യൂട്യൂബ് ചാനൽ തുടങ്ങി പക്ഷെ എന്ത് വീഡിയോസ് ഇടണം അല്ലെങ്കിൽ എന്ത് കോണ്ടന്റ് ഇടണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നവരാണോ നിങ്ങൾ? അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ കുറെ കൺഫ്യൂഷനിൽ ഫേസിൽ നിൽക്കുന്ന കുറെ ആളുകളുണ്ട്. ഈവൻ ഞാനും ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. അതായത് ചാനൽ തുടങ്ങണം എന്നുണ്ട്, അല്ലെങ്കിൽ ചാനൽ തുടങ്ങി, ബാനർ സെറ്റ് ചെയ്തു, ലോഗോ സെറ്റ് ചെയ്തു, പക്ഷെ നമ്മൾ അപ്ലോഡിന്റെ ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് എന്ത് അപ്ലോഡ് ചെയ്യും എന്നൊരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാവാറുണ്ട്. പുതിയതായിട്ട് വരുന്ന ക്രിയേറ്റേഴ്സിനൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് എന്ത് കോണ്ടന്റ് ഇടും എന്നുള്ളത്. എല്ലാവരും അല്ല, കുറച്ച് ആളുകളെങ്കിലും അത് ഫേസ് ചെയ്യാറുണ്ട്. കാര്യം പ്രത്യേകിച്ചൊരു ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡാൻസോ പാട്ടോ അങ്ങനെ ക്രാഫ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാത്ത ഒരാളെ സംബന്ധിച്ചോളം നമ്മൾ എന്ത് ഇടും, വീഡിയോസ് എന്ത് അപ്ലോഡ് ചെയ്യും എന്നൊരു കൺഫ്യൂഷൻ നിൽക്കുന്ന പല ആളുകളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരിങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് ഇടേണ്ട അല്ലെങ്കിൽ ഇടാൻ ഇങ്ങനെ മടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ വീഡിയോ വരുന്നത്. ഇത് എന്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസും കൂടെ ഞാൻ പറയുന്നത്. കാര്യം ഞാൻ ഇത് ഫേസ് ചെയ്തിട്ട് ഒരു കുറേ നാള് യൂട്യൂബിൽ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നാൾ കുറച്ച് ഷോർട്സ് ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അതും എന്തൊക്കെയോ ഷോർട്സ്, അങ്ങനെ വീഡിയോസ് എടുത്ത് ജസ്റ്റ് ഒരു പാട്ട് മാത്രം ഇട്ട് അങ്ങനെയൊക്കെ ഇടും. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് നല്ല രീതിയിൽ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം, നല്ല രീതിയിൽ ഇപ്പോൾ ഓൺ വോയിസ് ഒക്കെ ചെയ്തു. പക്ഷെ എന്ത് കോണ്ടന്റ് ഇടും എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. അങ്ങനെ ഞാൻ യൂട്യൂബ് റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫസ്റ്റ് ഇടുന്ന ഒരു ഷോർട്സ് പോലും ഇതിനെ ബേസ് ചെയ്തിരുന്നത്. എനിക്ക് കോണ്ടന്റുകളില്ല, ഞാൻ എന്ത് കോണ്ടന്റ് ഇടും എന്ന് അറിയത്തില്ല, അത് പറഞ്ഞിട്ടാണ് ഞാൻ എന്റെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷെ അതിനെനിക്ക് കുറേ സജഷൻസ് വന്നു. ഡേ ഇൻ മൈ ലൈഫ്, ഗെറ്റ് റെഡി ചെയ്യാലോ, കുക്കിംഗ് വ്ലോഗ് ചെയ്യുക, മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നു കേട്ടോ. പക്ഷെ ഇതൊക്കെ അവര് പറയുന്നതിലും മുന്നേ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. വേണമെങ്കിൽ എനിക്ക് തന്നെ അറിയാം, ഡേ ഇൻ മൈ ലൈഫ് എനിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കുക്കിംഗ് വ്ലോഗ് ചെയ്യാം. അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് ഇവർക്ക് പറയുന്ന എല്ലാവരും പറയുന്ന സജഷൻസ് നമുക്ക് അറിയുന്ന ഐഡിയകളാണ്. പക്ഷെ ഇതൊക്കെ നമ്മുടെ മൈൻഡിലുണ്ടെങ്കിലും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു യഥാർത്ഥ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫേസ് ചെയ്യുന്ന ഒരു യഥാർത്ഥ ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഐഡിയാസ് ഒക്കെ നമ്മുടെ മൈൻഡിലുണ്ടെങ്കിലും നമ്മളത് മനഃപൂർവ്വം ഇഗ്നോർ ചെയ്ത് വിടുക ചെയ്യുന്നത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോ നമ്മൾ തിങ്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോസ് ഫസ്റ്റ് തന്നെ വൈറൽ ആവണം, നമ്മുടെ വീഡിയോസ് അത്രയും വ്യൂസ് കയറണം, അത്ര എഡിറ്റിംഗ് പക്ക ആയിരിക്കണം, പെർഫെക്റ്റ് വീഡിയോ ആയിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലുള്ളത് കൊണ്ടാണ് നമ്മൾ ആക്ച്വലി വീഡിയോസ് ഇങ്ങനെ ഇടാതെ നമുക്ക് കോണ്ടന്റുകൾ ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കുന്നത്. ബേസിക്കലി ഇതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു കൂട്ടിയേക്കുന്ന കുറെ കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ചെറിയ ചെറിയ കോണ്ടന്റുകൾ പോലും നമ്മൾ ഇഗ്നോർ ചെയ്ത് വിടുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഇത്രത്തോളം പ്രഷറാണ് നമുക്ക് നമ്മൾ തന്നെ കൊടുക്കുന്നത്. അപ്പൊ പിന്നെ നമുക്ക് എങ്ങനെ ഐഡിയാസ് വരുന്നത്? ആ കിട്ടുന്ന ഐഡിയാസ് പോലും നമ്മൾ നൈസായിട്ട് ഇഗ്നോർ ചെയ്ത് വിടുക ചെയ്യുന്നത്. എല്ലാവരും അല്ല, മെജോറിറ്റി ആൾക്കാരും ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പം ആസ് എ ബിഗിനർ ഞാൻ ഫേസ് ചെയ്തൊരു ഇഷ്യൂ ആണ്. ഞാനും ഇതേ ലെവലിലായിരുന്നു ഞാൻ തിങ്ക് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് കോണ്ടന്റ് ഇല്ല, എനിക്കില്ല, ഇത് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല, ഞാൻ ചെയ്യുന്നത് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ അവർ കളിയാക്കോ, ആ ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലുള്ളത് കൊണ്ടും കൂടെയാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നമ്മളിങ്ങനെ മടിച്ചിരിക്കുന്നത്. അല്ലാതെ കോണ്ടന്റുകൾ ഇല്ലാത്തതല്ല ആക്ച്വലി നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഒരു കാര്യം ചിന്തിച്ചാൽ മതി, നമ്മൾ യൂട്യൂബേഴ്സ് ഇപ്പൊ സക്സസ് ആയിട്ട് നിൽക്കുന്ന പല യൂട്യൂബേഴ്സ്, ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ കുറെ ആൾക്കാരെ സക്സസ് ആയിട്ട് ഇപ്പൊ നിൽക്കുന്ന കുറെ ആൾക്കാരെ യൂട്യൂബ് ചാനൽസ് ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഫസ്റ്റ് വീഡിയോസ് നമ്മളൊക്കെ ചെയ്യുന്ന കാര്യമല്ലേ, ഫസ്റ്റ് വീഡിയോസ് എന്തായിരുന്നു, അവരെന്താ ചെയ്തേക്കുന്നത്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അവരുടെ ഫസ്റ്റ് വീഡിയോസ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നും. ആക്ച്വലി അതിനേക്കാളും ഒക്കെ ബെറ്റർ ആയിട്ട് നമുക്ക് ഇപ്പൊ വർഷങ്ങളായിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ഫസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയാണല്ലോ അത്ര ക്ലാരിറ്റി പോലും ഉണ്ടാവത്തില്ല. ഇപ്പൊ ഒക്കെ നമുക്ക് കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫോണുണ്ട്. അപ്പൊ അതൊക്കെ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ള ഫോണുകളൊക്കെ നമുക്ക് കിട്ടും. ക്ലാരിറ്റി ഉള്ള ക്യാമറയൊക്കെ ഉള്ള ഫോണുകളാണ്. അതൊക്കെ വെച്ച് അതിലും ക്ലാരിറ്റിയിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അന്നൊക്കെ ചെയ്ത ആൾക്കാരുടെ വീഡിയോസ് അത്ര എഡിറ്റിംഗ് പക്ക ആയിരിക്കത്തില്ല. ചെക്ക് ചെയ്താൽ മനസ്സിലാവും എഡിറ്റിംഗ് പക്ക അല്ല. അതുപോലെ ഓൺ വോയിസ് ആണെങ്കിൽ അത്ര കോൺഫിഡൻസ് ഇല്ലാതെ സംസാരിച്ച് എത്രയോ ക്രിയേറ്റേഴ്സ് ഉണ്ട്. അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ മനസ്സിലാവും. നമ്മള് അങ്ങനെയാണ് അവരന്ന് മടി പിടിച്ചിരുന്ന് ചെയ്തില്ലായിരുന്നെങ്കിൽ, അവർക്ക് കോണ്ടന്റ് ഇല്ല എന്ന് പറഞ്ഞ് മാറി നിന്നിരുന്നെങ്കിൽ അവരൊന്നും ഇപ്പൊ കാണുന്ന പോലെ സക്സസ് ആയിട്ട് നിൽക്കത്തില്ല. അപ്പൊ ഫസ്റ്റ് നമ്മുടെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്തോ ആയിക്കോട്ടെ ഫസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആരും പെർഫെക്റ്റ് ആയിട്ടല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്യാമറയുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ല. ആർക്കും ഇതൊന്നും എല്ലാവരും പഠിച്ചിട്ടല്ല ചെയ്യുന്നത്. നമ്മളൊക്കെ പഠിച്ച് പതുക്കെ ചെയ്താ പഠിക്കുന്നത്. ഞാൻ ഫസ്റ്റ് തുടങ്ങുന്നത് ഇൻഷോട്ടിൽ നിന്ന് പിന്നെ വേറൊരു ആപ്ലിക്കേഷൻ എനിക്ക് എടുക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ഞാൻ വിചാരിച്ചു എങ്ങനെ ഇത് എഡിറ്റ് ചെയ്യാം. പക്ഷെ ഞാനിപ്പം അടുത്തൊരു ആപ്ലിക്കേഷൻ
മാക്സിമം അത് എഡിറ്റ് ചെയ്ത് പഠിക്കുവാണ്. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ പഠിച്ചേ വരത്തുള്ളൂ. ഒരിക്കലും ഒന്നും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് സംസാരിക്കാൻ പഠിച്ചിട്ട് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പഠിച്ചിട്ട് അങ്ങനെ ഒന്നും നമുക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ സമയം നല്ലൊരു ടൈം നമ്മുടെ കയ്യിൽ നിന്ന് പോകുക മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്ന കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടന്റ് ഐഡിയാസ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഡേ ഇൻ മൈ ലൈഫ് ഇതൊക്കെ പോട്ടെ, ഇതൊന്നും ചെയ്യാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാരായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ കോണ്ടന്റുകളൊക്കെ ആയിരിക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് അതൊക്കെ ചെയ്യണം എന്നായിരിക്കും ആഗ്രഹം. അപ്പൊ നിങ്ങളൊന്ന് തിങ്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാകും. ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊന്ന് തിങ്ക് ചെയ്യുക. നമ്മളിപ്പം ഡെയിലി സംസാരിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും അല്ലെ, നമ്മൾ ആരോടെങ്കിലുമൊക്കെ സംസാരിക്കില്ല. അപ്പം കോമൺലി വരുന്ന ടോപ്പിക്കുകളൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. നമ്മൾ കോമൺലി സംസാരിക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പം ഫോണിനെ പറ്റി ആയിരിക്കാം, കമ്പ്യൂട്ടറിനെ പറ്റിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫാഷനെ പറ്റിയിട്ടായിരിക്കാം, മേക്കപ്പിനെ പറ്റിയിട്ടായിരിക്കാം, കുക്കിങ്ങിനെ പറ്റിയിട്ടായിരിക്കും. അങ്ങനെ ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ ഡെയിലി ലൈഫിൽ സംസാരിക്കുന്ന ടോപ്പിക്കുകളൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ അനലൈസ് ചെയ്ത് വെക്കുക. കുറച്ച് ടോപ്പിക്കുകളൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. ആ ടോപ്പിക്സുകളൊക്കെ നിങ്ങൾക്ക് ഒരു കോണ്ടന്റ് ആക്കി മാറ്റാനായിട്ട്, സിമ്പിൾ കോണ്ടന്റുകളായിട്ട് മാറ്റാനായിട്ട് പറ്റും. പിന്നെ സെക്കൻഡ് തിങ് നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഹെൽപ്പിന് വിളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇൻസ്റ്റയിൽ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അത് ചോദിക്കാൻ ചിലപ്പോൾ ചില ആൾക്കാരെ വിളിക്കുന്ന കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ FBയിൽ എന്താ ഇങ്ങനെ സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഗൂഗിൾ പേയിൽ ഇങ്ങനെ ചെയ്ത് അങ്ങനെ, അതായത് ഡൗട്ട്സുകൾ ചോദിച്ചു വിളിക്കാൻ. ഇപ്പൊ എന്നെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അതിന്റെ ബേസിൽ ചിലപ്പോൾ ആർക്കെങ്കിലും അത് അറിയാത്ത ഒരാൾ വിളിച്ചിട്ട് ചിലപ്പോൾ എന്നോട് അതായിരിക്കും ചോദിക്കുന്നത്, എടി അതെന്താ അങ്ങനെ വന്നേ അന്ന് ചോദിക്കാം. അപ്പം നമുക്ക് നമ്മളോട് ഡൗട്ട്സ് ചോദിക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ട്, ആ ടോപ്പിക്കുകളൊക്കെ നമുക്കൊരു കോണ്ടന്റ് ആക്കി മാറ്റാനായിട്ട് പറ്റൂട്ടോ. ഇതൊക്കെ ഞാനിപ്പം എക്സ്പീരിയൻസ് ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഞാനിങ്ങനെ തിങ്ക് ചെയ്ത് നമ്മളിങ്ങനെ ചെയ്തു തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഐഡിയാസ് ഓട്ടോമാറ്റിക്കലി വരുമോ ചെയ്യുന്നത്. ഒരിക്കലും ഐഡിയാസ് കണ്ടുപിടിച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമുക്കിങ്ങനെ ചെയ്തു തുടങ്ങി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ നമ്മളിങ്ങനെ എന്താ അടുത്ത കോണ്ടന്റ് ഇടുക, ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ, അപ്പൊ നമുക്ക് ഓരോ ഐഡിയകൾ കിട്ടും. ഓരോ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ നമുക്ക് അത് കിട്ടും. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിലേക്ക് അത് വരും കേട്ടോ. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും FB ആണെങ്കിലും നിങ്ങൾ കൂടുതലും സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ല. നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണല്ലോ നമ്മൾ സെർച്ച് ചെയ്യാൻ നമ്മൾ നോക്കുന്നത്. അപ്പൊ ആ ടോപ്പിക്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. അതിനെപ്പറ്റി നിങ്ങൾക്ക് കോണ്ടന്റുകളാക്കി മാറ്റാനായിട്ട് പറ്റും. ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ആലോചിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പൊ എനിക്കിതൊക്കെ തുടക്കത്തിൽ ഇതൊന്നും എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കുറെ വീഡിയോസ് ഇങ്ങനെ ഈ പറഞ്ഞ യൂട്യൂബിലൊക്കെ കുറെ നോക്കിയായിരുന്നു. ഇത് ഫസ്റ്റ് എങ്ങനെയാ ചെയ്യുക, എന്താ ചെയ്യുക, എന്ത് കോണ്ടന്റ് ഇടും, കോണ്ടന്റ് ഒന്നുമില്ല, അങ്ങനത്തെ കുറെ വീഡിയോസ് നോക്കിയപ്പോ ഒന്നും അധികം വീഡിയോസ് ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ. അപ്പൊ ഞാനത് വൈനോട്ട് എന്നാ ഈ ഒരു വീഡിയോ തന്നെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്, ആർക്കെങ്കിലും ഒരു രണ്ടുപേർക്ക് ഹെൽപ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. ഓവർ തിങ്കിങ് നല്ല രീതിയിൽ നിർത്തുക. ഓവർ തിങ്കിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ചില ആളുകളുണ്ട് നീച്ചയെ കണ്ടുപിടിച്ചിട്ട് അതിനുവേണ്ടി മാസങ്ങളോളം ടൈം എടുക്കും. എന്തൊരു നീച്ചയിലാണ് ഞാൻ വീഡിയോസ് ചെയ്യേണ്ടത് എന്ന് വിചാരിച്ച് ഇങ്ങനെ അങ്ങനെയുള്ള കോണ്ടന്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ അതൊന്നും അല്ല കേട്ടോ കാര്യം. അതൊക്കെ പതുക്കെ വരുന്നതാണ്. ഇപ്പൊ സക്സസ് ആയിട്ട് നിൽക്കുന്ന പല ക്രിയേറ്റേഴ്സും ഇട്ടിരിക്കുന്ന വീഡിയോസ് തുടക്കത്തില് അവര് ഫുള്ള് പ്രൊഡക്റ്റിന്റെ റിവ്യൂസോ അല്ലെങ്കിൽ തുടക്കത്തിലെ ഹെയർ കെയറോ അല്ലെങ്കിൽ മേക്കപ്പ് ട്യൂട്ടോറിയലോ ഒന്നും അല്ല ചെയ്തേക്കുന്നത്. അവരൊക്കെ മിക്സഡ് ആയിട്ടുള്ള കുറെ വീഡിയോസാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. പതുക്കെ അവർക്ക് ആ ഒരു നീച്ചയിലേക്ക് അവരെത്തുമായിരുന്നു. അങ്ങനെയാ വരുന്നത്. അത് നമ്മൾ തുടക്കത്തിൽ എന്തെങ്കിലുമൊക്കെ കുറെ വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യാം ഡേ ഇൻ മൈ ലൈഫ്. നമുക്ക് പറ്റുന്ന സിമ്പിൾ കാര്യങ്ങൾ, അതൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് ഇട്ടിട്ടായാലും അത് അപ്ലോഡ് ചെയ്യാനായിട്ട് നമ്മൾ മാക്സിമം നോക്കുക എന്നുള്ളതാ കാര്യം. നീച്ചയൊക്കെ പതുക്കെ വന്നോളും. അതിനൊന്നും വെറുതെ ടൈം കളയരുത്. ഫസ്റ്റ് അപ്ലോഡ് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുക. അത് അപ്ലോഡ് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് പെർഫെക്റ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളൊരു പെർഫെക്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. നിങ്ങളുടെ മൈൻഡിൽ ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് എന്ത് ഐഡിയ ആണോ തോന്നുന്നത് അതൊരു കോണ്ടന്റ് ആക്കി നിങ്ങൾ മാറ്റി അപ്ലോഡ് ചെയ്യുക. അത് അപ്ലോഡ് ചെയ്താൽ പതുക്കെ നമുക്ക് ഐഡിയാസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി വരും. അത് ഷോർട്ടാണ് വന്നിരിക്കും. അതങ്ങനെയാണ്. ഫസ്റ്റ് വീഡിയോ പെർഫെക്റ്റ് ആവണ്ട. എഡിറ്റിംഗ് മോശമായിക്കോട്ടെ കുഴപ്പമില്ല, ഓൺ വോയിസ് സംസാരിക്കുന്നത് മോശമായിക്കോട്ടെ കുഴപ്പമില്ല, പക്ഷെ ആ വീഡിയോ ഫസ്റ്റ് ടൈം അപ്ലോഡ് ആവണം. അതാണ് വെരി മച്ച് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചെയ്യുക. യൂട്യൂബിൽ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ഐഡിയാസ് കണ്ടുപിടിച്ചിട്ടല്ല സ്റ്റാർട്ട് ചെയ്തത്. അവരൊക്കെ
സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവർക്കൊക്കെ പതുക്കെ ഐഡിയാസ് വന്നു തുടങ്ങുവാണ്. ഷുവർ ആയിട്ടും നിങ്ങൾക്കുള്ള ഐഡിയാസ്, നിങ്ങൾക്ക് ഏതിലാണോ വ്യൂസ് കയറുന്നത്, നല്ല രീതിയിൽ കൂടുന്നത്, അത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. ആ വീഡിയോസിൽ നിങ്ങൾ പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് എന്തായാലും ഈ ചാനൽ സക്സസ് ആക്കി എടുക്കാൻ പറ്റും. സോ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോസ്. ബൈ.